എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവനാണ് നമ്മുടെ താരം. നല്ല അടിപൊളി ഒരു വലഞ്ഞിലിനെ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ രണ്ട് ചെറുതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലയിൽ കിട്ടിയതാണ്. അപ്പം ചെറുത് ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്, കണ്ട. അതുപോലെ ഒരു ചെറുത് താണ്ടത് കിടക്കുന്ന അവശനായ നിലയിലാണ് അവൻ കിടപ്പ്. നമ്മുടെ വലുതിനെ നമുക്കൊന്ന് നോക്കാം, കണ്ട. അല്ല സൈസ് ഒരു സാധനമാണ് കേട്ടോ. ഏകദേശം ഒരു കിലോയുടെ മുകളിലൊക്കെ കാണും. അപ്പോൾ നമുക്കിതാ അവനെ നമ്മൾ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അവനെ അന്ന് തുറന്നു വിട്ടപ്പോൾ അവനങ്ങ് ഓടിക്കളിക്കുക. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് റെഡിയാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇവനെ നമുക്ക് നോക്കാം, കണ്ടോ എങ്ങനെ ഉണ്ടവൻ. ആ സൈസ് സാധനമല്ല കേട്ടോ, അവൻ്റെ വലുപ്പം കണ്ടോ. നല്ല അടിപൊളി ഒരു വലഞ്ഞിലാണ്. അപ്പം വലഞ്ഞിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കണ്ടോ, ഏകദേശം ഒരു പാമ്പിൻ്റെയൊക്കെ ഷേപ്പ് ഒക്കെ വരും. അത് പക്ഷേ എന്നാൽ മീൻ തന്നെയാണ്. എന്താ കണ്ടോ, നമ്മുടെ കാരിയുടെയൊക്കെ സ്കിന്ന് പോലെ ഇരിക്കും സംഭവം. തൊലി ഉരിഞ്ഞെടുക്കുന്ന മീനാണ് കണ്ടോ. ഇത് നമ്മൾ ഇവനെ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകണം. അതിനായിട്ട് നമ്മളിവനെ കെട്ടി തൂക്കിയിട്ടിട്ടാണ് അതിൻ്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞങ്ങോട്ട് എടുക്കുന്നത് കണ്ടോ. അതിനെ കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് ഇനി നമ്മൾ അവൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് ഉരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ അതിൻ്റെ വലുപ്പം കണ്ട, ആ കൈക്ക് പിടിച്ചിട്ട് പോലും നല്ല സൈസ് കണ്ട. എൻ്റെ കൈയുടെ അത്രയും ഉണ്ട് വണ്ണം തന്നെ. അതുപോലെ തന്നെ നീളവും നല്ല നീളമുണ്ട് കേട്ടോ. നീളം കണ്ടോണം, ഇത്രയും നീളമുണ്ട്. ഇനി നമ്മൾ ഇവൻ്റെ തൊലിയൊക്കെ ഒരിഞ്ഞാൽ അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല വെണ്ണക്കെട്ട പോലെ അവനോട് കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവനെ പീസാക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യൊക്കെ ഇനിയും കാണും. കാരണം ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നെയ്യെടുത്ത് കളഞ്ഞു. കാരണം ഇവനെ കറി വെക്കാൻ നേരം അല്ലെങ്കിൽ വറക്കാൻ നേരമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാംസത്തിൻ്റെ അകത്ത് നിന്നൊക്കെ ഒരുപാട് നെയ്യ് ഇറങ്ങി വരും. അതുകൊണ്ട് ഈ നെയ്യൊന്നും എടുക്കരുത്. അപ്പോൾ ആ നെയ്യെല്ലാം നമ്മൾ കളയണം. കട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് നെയ്യുണ്ടായിരുന്നു, കുറേ എടുത്ത് കളഞ്ഞ് ഞാൻ. ഇനി നമ്മളിവനെ അങ്ങോട്ട് പീസാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വറക്കാനായിട്ടുള്ളത് കൊണ്ട് ചെറിയ 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 പീസുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുകയാണ് കണ്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെയാണ് മുറിക്കുന്നത്.
ഇനി പിന്നെ നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി അങ്ങോട്ട് എടുക്കണം. ആദ്യം നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് കഴുകി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി എടുക്കണം. അതാ കണ്ടോ, നല്ല അലുവ പീസാണ് ഇരിക്കും കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ക്ലീൻ ആക്കി എടുക്കണം ഇതുപോലെ അങ്ങോട്ട് കേട്ടോ. നല്ല നീറ്റായി അടിപൊളിയായി സംഭവം കണ്ടോ, ഹലുവ പീസ് കണക്ക് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വറക്കാനുള്ള മസാലകളൊക്കെ ചേർത്ത് അങ്ങോട്ട് വെക്കണം. ഇത് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിന് ചേർക്കാനുള്ള മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ വറക്കാനായിട്ട് എടുത്തിരിക്കുന്ന മസാലയാണിത്. കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചിങ്ങോട്ട് എടുക്കുക. കണ്ടത്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും എടുത്ത് നന്നായിട്ട് അരച്ച പേസ്റ്റാണിത്. ഇവനെ നമ്മളങ്ങോട്ട് തട്ടുവാണ് കേട്ടോ. ഇവനെ അങ്ങോട്ട് നല്ലപോലെ തട്ടി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി മസാലകളൊക്കെ നമുക്ക് ഇടാനുള്ളത്. കണ്ടോ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ഇടാം. ഇപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിനി ഇടേണ്ടത് ഉപ്പാണേ. ഉപ്പ് നമുക്ക് ഇടാം കേട്ടോ. ഉപ്പൊക്കെ നല്ല ആവശ്യത്തിന് പരുവ് നോക്കിയൊക്കെ ഇടാവുള്ളൂ, ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇടണം. മീറ്റ് മസാല നമ്മൾ വറുത്ത് പൊടിച്ച മസാലപ്പൊടിയാണ്. അപ്പോൾ അതിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഇറച്ചിപ്പൊടിയും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇവനെ അങ്ങോട്ട് നല്ലപോലെ മസാലയൊക്കെ പെരട്ടി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എല്ലാ മസാലയും കൂടെ നമ്മൾ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിപ്പൊടി ഇടുന്നുള്ളേ. അപ്പോൾ അതാ എല്ലാം നല്ലപോലെ അങ്ങോട്ട് പെരട്ടും. മുളകൊക്കെ നല്ലപോലെ അങ്ങോട്ട് പിടിക്കത്തക്ക രീതിയിൽ, മഞ്ഞപ്പൊടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് പിടിക്കത്തക്ക രീതിയിൽ, ഉപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് നല്ലപോലെ മാംസത്തിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് നമ്മൾ പെരട്ടിയൊക്കെ അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിപ്പൊടി അങ്ങോട്ട് ഇടാം. അപ്പോൾ എന്താ ഇറച്ചിപ്പൊടി നമ്മൾ കുറച്ചിട്ട് കേട്ടോ അങ്ങോട്ട് ഇട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അവിടെ അങ്ങ് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതാ ഒന്നും കൂടെ അങ്ങോട്ട് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് പുരട്ടി വെക്കുവാണേ. അപ്പോൾ എന്താ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ അപ്പം വറക്കാനായിട്ട് പോവുകയാണ്. അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണ തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് വറക്കാനായിട്ട് പോകാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അപ്പം മീൻ വറക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാനാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതാ പരിപാടി തുടങ്ങാം. മീൻ നമ്മൾ എടുത്ത് വറക്കാനായിട്ട് പോവുകയാണ്. അങ്ങോട്ട് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവനെ എടുക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എന്താ നമ്മളിതൊരു പ്ലേറ്റിലോട്ട് എടുക്കുവാണ്. അപ്പോൾ എന്താ ഇനി ഇതുപോലത്തുള്ള വലഞ്ഞിലിനെയൊക്കെ കിട്ടുമ്പോഴേക്കും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ കേട്ടോ, ഞങ്ങൾ കഴിച്ച് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഇതാ നോക്ക്, നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.